Hi friends, I am Laila Zain. Welcome to my channel, My English Teacher. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹാവ് ആണ്. ഹാവ്, HAVE, ഹാവ്. സി, ഹാസ് നമ്മൾ പറഞ്ഞു ഒന്നിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാവ് എന്ന് പറയുന്നത് പ്ലൂറലിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലൂറലിന്റെ കൂടെ. ഓക്കെ, ഐ സിംഗുലർ ആണെങ്കിൽ നമ്മൾ പറയുന്നു സിംഗുലർ ആണ്, ഞാൻ ഒരാളാണല്ലോ അല്ലേ. പക്ഷെ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഐ ഹാവ് എന്നാണ് പറയാ, യു ഹാവ്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതലുള്ളത്, അതുപോലെ ബോയ്സ്, ഗേൾസ്, ഇതൊക്കെ പ്ലൂറലാണ്. ഇതിന്റെ എല്ലാം കൂടി നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക, സ്വന്തമായിട്ടുള്ളത്. സി, നമുക്ക് ആ ചിത്രത്തിലോട്ട് നോക്കാം. ചിത്രത്തിൽ പലതും കാണുന്നുണ്ട് അല്ലേ. അതിൽ പ്ലൂറൽ ആയിട്ട് എന്താണുള്ളത്? 2 പൂച്ചകളെ നമുക്ക് കാണാം. ഓക്കെ, 2 cats. അപ്പൊ നമുക്ക് അവർക്ക് സ്വന്തമായിട്ട് എന്താണുള്ളതെന്ന് നോക്കാം. ഓക്കെ, 2 cats have tails. അവർക്ക് വാലുകളുണ്ട്. They have beautiful eyes. മനോഹരമായ കണ്ണുകളുണ്ട്. They have a master. അല്ലേ, അവർക്ക് ഒരു യജമാനനുണ്ട്. അവിടെ ആരാണ്? യജമാനത്തിയാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം അവർക്കൊരു യജമാനത്തിയുണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വർക്ക് തരാണ്. ആ ചിത്രത്തിൽ നോക്കൂ. അതുപോലെ പ്ലൂറലായി വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് വെച്ചിട്ട് ഒരു 5 എക്സാമ്പിൾ എഴുതാം. ഇപ്പൊ നോക്കൂ, അവിടെ നിങ്ങൾക്ക് പെൻസിലുകൾ കാണാം, പേനുകളൊക്കെ കാണാം. അതൊക്കെ അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. പേനുകൾക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? പെൻസ് ഹാവ് ക്യാപ്സ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 5 എക്സാമ്പിൾ നിങ്ങൾ നോക്കിയിട്ട്, ഓക്കെ, ഈ പിക്ചറിൽ നിന്ന് കിട്ടിയില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുറിയിലേക്ക് നോക്കൂ. എന്നിട്ട് ആ മുറിയിൽ കാണുന്ന എന്തെങ്കിലും അല്ലെ, അതിന് സ്വന്തമായിട്ടുള്ള ഇപ്പൊ കസേര ഉണ്ടാവാം, മേശ ഉണ്ടാവാം, അല്ലെങ്കിൽ പുറത്തൊരു പട്ടി ഉണ്ടാവാം. അപ്പോൾ അവർക്ക് നോക്കിയിട്ട് പട്ടികൾ അല്ലെ 2 എണ്ണം വേണം നമുക്ക്, അല്ലെങ്കിൽ 2 കൂടുതൽ വേണം. അപ്പൊ പ്ലൂറൽ ആയിട്ട് എന്താണ് ഉള്ളത്? ചെടികൾ ഉണ്ടാവാം, ചെടികൾക്ക് അല്ലേ സ്വന്തമായിട്ട് പലതും ഉണ്ടാവും. അപ്പോൾ ഒരു 5 എക്സാമ്പിൾ നിങ്ങൾ എഴുതിയിട്ട് അയക്കുക.